നേഷൻ ഫെസ്റ്റിൽ ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഫിറോസ് അലി മുഹമ്മദാണ്. നമസ്കാരം. നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വിഷയം, വിവാദം എന്ന് പറയുന്നത് ആര് മുഖ്യമന്ത്രിയാകും എന്നുള്ള ചോദ്യമാണ്. അത് KPCC നേതൃത്വമായിക്കോട്ടെ, കോൺഗ്രസിന്റെ മുഴുവൻ പ്രവർത്തകരായിക്കോട്ടെ, സാധാരണ ജനങ്ങളായിക്കോട്ടെ, എന്തിനു പറയണം, ഇടതുപക്ഷവും BJPയും അടക്കം എല്ലാവരും ചോദിക്കുന്നു ആരാകും മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ ആരാകണം മുഖ്യമന്ത്രി എന്നതാണ് കേരളം പറയുന്നു എന്ന് താങ്കൾ അഭിപ്രായപ്പെടുന്നത്? ശരി, അതിലേക്ക് വരും മുമ്പ് മേഘ ചോദിച്ച ആരാകണം മുഖ്യമന്ത്രി എന്ന് കേരളം പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ. ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് വരെ കീറിയല്ലോ. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ KPCC പ്രസിഡന്റ് ബഹുമാനായ സണ്ണി ജോസഫിനെ തടയുന്ന ഒരു സാഹചര്യം, അദ്ദേഹത്തിന് നേരെ പ്രതിഷേധ പ്രകടനം നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായല്ലോ. അപ്പൊ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളമെന്ന് ഞാൻ പറയില്ല, എന്നാൽ ഏതൊക്കെയോ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായിട്ടും ഇങ്ങനെയാണ് കേരളത്തിന്റെ പൊതുമനസ് എന്ന നിലയിൽ ഉള്ള ചില ആ നിലയ്ക്കുള്ള നറേറ്റീവുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആ നിലയ്ക്കുള്ള പ്രകടനങ്ങളും പരിപാടികളും ഒക്കെ ഇങ്ങനെ കൊഴുക്കുന്നുണ്ട്. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം, ഒരു 6 മാസം മുമ്പ് ഞാനും മേഘയും കൂടി ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. ആ വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമാണ്. കേരളത്തിൽ കത്തി നിന്ന വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം. ആ സമയത്ത് അന്ന് നമ്മൾ വീഡിയോകൾ ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്ന ഒരുപാട് കമന്റുകളുണ്ട്. ഈ VD സതീശൻ എന്ന് പറയുന്ന ഇത്രയും വൃത്തികെട്ടവനായ ഒരു മനുഷ്യനാണ് ഈ ചെറുപ്പക്കാരനെ ഇല്ലാതെയാക്കുന്നത്. ഇയാളെ ഞങ്ങൾ പറവൂരിൽ നിന്ന് ജയിപ്പിക്കില്ല, ഇയാൾ കേരളത്തിന്റെ നിയമസഭ കാണില്ല. അങ്ങനെയുള്ള വെല്ലുവിളികളും ഗോഗോവിളികളും ഒത്തിരി നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കത്തിയിരിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ എവിടെയാണ്? പറവൂര് VD സതീശനെ ആരെങ്കിലും പോയി നിന്ന് തോൽപ്പിച്ചോ? അല്ലെങ്കിൽ VD സതീശൻ ഈ നിലപാടിന്റെ അടിസ്ഥാനത്തിലും ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇളകി വന്നാലും, കേരളം കടലായി ഇളകി വന്നാലും ഞാൻ എന്റെ നിലപാട് മാറ്റില്ല എന്ന് പറഞ്ഞ VD സതീശനെ പറവൂരിൽ ആരെങ്കിലും പോയി നിന്ന് തോൽപ്പിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അത് നമ്മൾ 6 മാസം മുമ്പ് ചർച്ച ചെയ്തൊരു വിഷയമാണ്. ആ സമയത്ത് VD സതീശനെതിരായ വലിയ വികാരം ഉണ്ടായിരുന്നു മാങ്കൂട്ടത്തിൽ അണികളുടെ ഭാഗത്ത് നിന്ന്. അങ്ങനെ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രചാരണം, അത് സ്വാഭാവികമായും ചില കേന്ദ്രങ്ങളിൽ നിന്ന് അഴിച്ചുവിടപ്പെട്ട പ്രചാരണമായിരിക്കാം, അല്ലെങ്കിൽ അത് ബോധപൂർവം സംഭവിച്ച പ്രചാരണമായിരിക്കാം. അതൊന്നും ഇപ്പോൾ നമ്മൾ കാണുന്നില്ല. ഇപ്പോ എന്തുകൊണ്ട് ഈ കേരളത്തിൽ ഇത്തരത്തില് വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പൊതു ജനസമിതി അങ്ങനെ ആ നിലയ്ക്ക് രൂപപ്പെടുത്തി എടുക്കപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ പിന്നിൽ കൃത്യമായ PR ഏജൻസി ഉണ്ട്, ഇതിന്റെ പിന്നിൽ കൃത്യമായ വർക്കുണ്ട്, യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ജനങ്ങൾ തെരുവുകളിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ കൃത്യമായ വർക്കുണ്ട്. അത് കേരളത്തിൽ ഏത് നേതാവ് വിചാരിച്ചാലും സാധിക്കുന്ന കാര്യമാണ്. മേഘയ്ക്ക് അറിയാമല്ലോ, VD സതീശൻ എന്ന് പറയുന്നത് താരതമ്യേന ജൂനിയറായ ഒരു നേതാവാണ്. നമ്മൾ VD സതീശനെ കുറിച്ച് മേഘ എത്ര കാലമായിട്ടാണ് കേട്ടു തുടങ്ങിയിട്ടുള്ളത്? പോകട്ടെ, കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ VD സതീശൻ എന്താണ് ശരിക്കും കോൺഗ്രസിന്റെ ചരിത്രത്തിന്, കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിന് നൽകിയ സംഭാവന? എണ്ണി എന്തൊക്കെ പറയാനുണ്ട്? നിങ്ങൾ പറയോ? തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയോ? അതോ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയോ? അതോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയോ? അതോ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിന്റെ മറ്റു ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം കുറേയധികം ഈ വിജയത്തിന് വേണ്ടി പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ടോട്ടലി ഒരാളിന്റെ കരിയർ ഗ്രാഫിൽ അയാൾ കോൺഗ്രസിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ കണ്ണൂരിലെ K സുധാകരൻ ചെയ്തതിന്റെ 1000-1 ചെയ്തിട്ടുണ്ടോ മേഘ? 1000-1. എന്റെ പക്ഷം എന്ന് പറയുന്നത് ഒരിക്കലും സീനിയോറിറ്റിയോ അല്ലെങ്കിൽ ഇത്ര വർഷങ്ങളുടെ എക്സ്പീരിയൻസോ ആണ് ഒരു നേതൃപാടവത്തിന്റെ ഒരു അടിസ്ഥാനമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു 3 മാസം രാഷ്ട്രീയ പ്രവർത്തനം ചെയ്താലും ഒരു മികച്ച നേതാവാകാൻ കഴിവുണ്ടെങ്കിൽ അത് ചെയ്യാമെന്നാണ് എൻ്റെ പക്ഷം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ VD സതീശൻ എടുത്തിട്ടുള്ള നിലപാടുകൾ, ടൈമിലായിട്ട് നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ, ഇതെല്ലാം നല്ലൊരു നേതാവിന്റെ തന്നെയാണ്. ഞാൻ ഈ പറയുന്നത് കോൺഗ്രസിന്റെ കേരളത്തിൽ നിലപാടുകളൊന്നും ഉണ്ടായിരുന്നില്ല. VD സതീശൻ വന്നിട്ടാണ് കേരളത്തിൽ കോൺഗ്രസിന്റെ നിലപാട് കണ്ടുപിടിച്ചത്. അങ്ങനെയാണോ? ഒരിക്കലുമല്ല. ഈ പറഞ്ഞ KC വേണുഗോപാൽ ആണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും നിലപാടുകൾ എടുക്കുന്ന കാര്യത്തിൽ മികച്ച നേതാക്കൾ തന്നെയായിരുന്നു. പക്ഷെ VD സതീശന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ടൈംലി ആയി ഉടനെ നിലപാടെടുക്കുക, ഉടനെ കാര്യങ്ങളിലോട് പ്രതികരിക്കുക, ശരിയായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളൊരു നയമുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷം മുൻപ് വരെയുള്ള കോൺഗ്രസിന്റെ എല്ലാ പോരാട്ടങ്ങളെയും, കോൺഗ്രസിന്റെ എല്ലാ നിലപാടുകളെയും നിങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. 1986 കേരളത്തിന്റെ കരുണാകരൻ മന്ത്രിസഭയിൽ വന്ന് ആ കാലം മുതൽ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്, NSUവിന്റെ പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പ്രസിഡന്റ്, KPCC പ്രസിഡന്റ്, അങ്ങനെ ആ നിലയ്ക്ക് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളുടെ ചുമതല ഉണ്ടായിരുന്ന നേതാവ് എന്നൊക്കെയുള്ള നിലയ്ക്കും 2016 മുതൽ 2021 വരെ കേരളത്തിന്റെ ആദരണീയനായ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല പോയി പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലേ?
5 പതിറ്റാണ്ടില്ലേ മേഘ? അങ്ങനെയാണെങ്കിൽ 5 വർഷത്തിന്റെ കണക്ക്, 5 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന്റെ ഗ്രാഫ് എടുത്ത് വി സതീശൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ 5 പതിറ്റാണ്ടിന്റെ ഗ്രാഫ് വെക്കില്ലേ? 5 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പരിചയ പാരമ്പര്യം കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങളുടെ കണക്ക് എണ്ണി പറഞ്ഞുകൂടെ രമേശ് ചെന്നിത്തലയ്ക്ക്? കെ.സി. വേണുഗോപാൽ കേരളത്തിൽ മാത്രം മന്ത്രിയായിരുന്ന ആളാണോ? കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്ന ആളാണ്. ഈ ഇന്ത്യയിലെ രാജ്യത്തെ കോൺഗ്രസിന്റെ 2ാമത്തെയോ 3ാമത്തെയോ ആളാണ്. ഞാനൊരു പക്ഷേ മേഘനോട് പറയുമായിരിക്കും, എന്തിനാണ് ഫിറോസ് ഇക്ക ഇങ്ങനെ വികാരഭരിതനാകുന്നത് എന്ന്. മേഘ ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സ് കീറുന്ന തരത്തിൽ, അല്ലെങ്കിൽ സണ്ണി ജോസഫിനെ തെരുവിൽ തടയുന്ന തരത്തിൽ ഇവിടെ ഏത് നിലയ്ക്കാണ് ഇവിടെ ഈ പ്രചാരണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ 5 വർഷം മാത്രമായിരുന്നു ഈ കേരളത്തിൽ കോൺഗ്രസ് ഉള്ളത് എന്ന നിലയിലുള്ള ഈ പ്രചാരണം, ഒരു വ്യക്തി കേന്ദ്രീകൃതമായ ഈ പ്രചാരണം, അത് കോൺഗ്രസിന് ഗുണം ചെയ്യൂ? എങ്കിൽ ഹൈക്കമാൻഡ് തീരുമാനം പറഞ്ഞാൽ പിന്നെയും ഓക്കെ, സ്വാഭാവികമായ പ്രതികരണമുണ്ട്. കണ്ണേ കേരളെ VDS എന്ന മുദ്രാവാക്യം ഏത് വായി നോക്കിയാണ് മേഘ വിളിക്കുന്നത്? VS അച്യുതാനന്ദനെ പോലെ കേരളത്തിൽ അത്രയും കേരളം നെഞ്ചോട് ചേർക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കേരളം വിളിച്ച മുദ്രാവാക്യമാണ്. അത് ചങ്കിൽ കുരുത്ത മുദ്രാവാക്യമാണ് കേരളത്തിന്റെ. കണ്ണേ കേരളെ VS എന്ന മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ആര് വിളിപ്പിക്കുന്നു? എന്ത് യോഗ്യത VD സതീശന് കണ്ണേ കേരളെ VDS എന്ന മുദ്രാവാക്യം വിളിക്കാൻ? അത് VS അച്യുതാനന്ദനെ പോലെ ഒരു മനുഷ്യനുമായി ചേർത്ത് ഇദ്ദേഹത്തെ കെട്ടാൻ വേണ്ടി എന്ത് യോഗ്യതയുണ്ട്? ഇനി ഒരൊറ്റ കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, മേഘയോട്. തൃക്കാക്കരയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്കായിരുന്നു എന്ന നിലയിലാണ് ആ സമയത്തൊക്കെ VD സതീശൻ ആ നിലയ്ക്കായിരുന്നു ഗർവ്. ഇപ്രാവശ്യം അവിടുത്തെ ഭൂരിപക്ഷം എത്രയാ? ഇരട്ടിയാണ്, ഇരട്ടിയിലധികമാണ്. പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയും VD സതീശന്റെ ക്യാമ്പാണ് എല്ലാം ചെയ്തതെന്നാണ് പറയുന്നത്. 37,000 ആയിരുന്നു ഭൂരിപക്ഷം. ഇപ്പോഴത്തെ ഭൂരിപക്ഷം എത്രയാ? 1.5 ലക്ഷം കടന്നു. ചാണ്ടി ഉമ്മൻ സൈക്കിളും കൊണ്ട് നടന്നതേ ഉള്ളൂ. 1.5 ലക്ഷം കടന്നു. ഈ പറയപ്പെടുന്ന വലിയ അധികായന്മാരുടെ ഒന്നും ഒരു പിന്തുണയും വേണ്ട, അല്ലാതെ തന്നെ രാഹുൽ ഗാന്ധിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോ ഇതൊക്കെ തൃക്കാക്കരയിൽ സംഭവിച്ചത് അവിടെ PT തോമസിന്റെ വിയോഗത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിലുള്ള വലിയ തരംഗമാണ്. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി തരംഗമാണ് സംഭവിച്ചത്. ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ ക്രെഡിറ്റ് അടിക്കാൻ വേണ്ടി കോട്ടയം പ്രസ് ക്ലബിൽ നടന്ന നാടകീയമായ സംഭവം മാത്രം മതിയല്ലോ മേഘ ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ? കൂടെ ഇരിക്കുന്നത് KPCC പ്രസിഡന്റ്, എത്ര സീനിയറായ മനുഷ്യനാണെന്ന് ഓർക്കണം. കണ്ണൂരിലെന്ന് പറഞ്ഞാൽ, കണ്ണൂർ എന്ന് പറയുന്ന ആ പ്രദേശം വടക്കൻ കേരളത്തിലും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, കോൺഗ്രസ് എന്ന് പറഞ്ഞ് വെളിയിൽ ഇറങ്ങി നിൽക്കാൻ പറ്റാത്ത കാലത്ത് CPM-കാരോട് വാളെടുത്ത് നേർക്കുനേർ നിന്ന് വെട്ടി പാർട്ടി ഉണ്ടാക്കിയ K. സുധാകരനെ പത്രസമ്മേളനത്തിൽ കോട്ടയം പ്രസ് ക്ലബ്ബിൽ വിളിച്ചിരുത്തിട്ട് അദ്ദേഹം മൈക്കെല്ലാം കൂടെ മുമ്പിലോട്ട് പിടിച്ചു വെച്ചിട്ട് സംസാരിക്കാനിരിക്കുകയാണ്. അപ്പൊ KPCC പ്രസിഡന്റ് പറയുന്നു, അല്ല ഞാനല്ലേ പറയേണ്ടത്, നിങ്ങളാണോ, ഞാനല്ലേ പറയേണ്ടത്? ഓർമ്മയുണ്ടല്ലോ, ആ വിഷ്വൽ ഒന്നുകൂടെ എടുത്ത് നോക്കിയാൽ മതി. അപ്പോ സുധാകരൻ അവസാനം അങ്ങനല്ല, ഞാനാണ് KPCC പ്രസിഡന്റ്, ഞാനാണ്. KPCC പ്രസിഡന്റ് മുമ്പിൽ ആരാണ് പ്രതിപക്ഷ നേതാവ്? സഭയ്ക്കകത്ത് പ്രതിപക്ഷ നേതാവ് ഓക്കെ, പാർട്ടിയുടെ ആരാണ് ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത്? പാർട്ടിയെ സംബന്ധിച്ച് KPCC പ്രസിഡന്റാണ്. KPCC പ്രസിഡന്റിന് ഒരു പൊതുവേദിയിൽ പത്രസമ്മേളനത്തില് പുതുപ്പള്ളി ഇലക്ഷന്റെ ഈ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മൈക്കെല്ലാം കൂടെ മുമ്പിലോട്ട് നീക്കി വെക്കുക. എങ്കിൽ പിന്നെ താരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഇദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഈ മൈക്കുകളെല്ലാം കൂടെ തള്ളി വെക്കുന്നു. ആരാണ് ഈ മനുഷ്യൻ? ഇയാൾക്ക് മുമ്പ് കേരളത്തിൽ കോൺഗ്രസ് ഇല്ലായിരുന്നു മേഘ? അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല എത്ര കണക്ക് പറയണം? അങ്ങനെയാണെങ്കിൽ KC വേണുഗോപാൽ എത്ര കണക്ക് പറയണം? ഒറ്റ ചോദ്യം ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. എന്തുകൊണ്ടാണ് ഈ ഇലക്ട് ചെയ്ത 63 അംഗങ്ങളിൽ 45-ലധികം പേരെങ്കിലും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് MP-മാർ ഭൂരിപക്ഷം പേരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് മുതിർന്ന നേതാക്കൾ, മുൻ KPCC പ്രസിഡന്റുമാർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ജയിച്ചു വന്ന ഘടകകക്ഷി നേതാക്കൾ പോലും പരസ്യമായി VD സതീശൻ എന്ന് പറയാത്തത്? എന്തുകൊണ്ടാണ്? അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഈ ജയിച്ചു വന്ന 63 പേർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇവിടുത്തെ MP-മാർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? KC വേണുഗോപാൽ നേരിട്ട് കപ്പ് വാങ്ങിക്കാൻ വേണ്ടി അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ഇറങ്ങിയതാണോ? ഈ തെരഞ്ഞെടുപ്പിൽ ആരാണ് ആദ്യം ലാൻഡ് ചെയ്യുന്നത്? AICC ആരെയാണ് ആദ്യമായി ചുമതലപ്പെടുത്തുന്നത്? ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം ആർക്കാണ് കൊടുക്കുന്നത്? ആരാണ് സ്ഥാനാർത്ഥികളെ നിർണയിച്ചത്? ആരാണ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള എല്ലാവിധമായ സഹായങ്ങളും സാമ്പത്തിക സഹായമടക്കം ഉറപ്പുവരുത്തിയത്? വിമത പ്രശ്നങ്ങൾ ആരാണ് പരിഹരിച്ചത്? ഇവിടങ്ങളിലെല്ലാം കൃത്യമായും ക്യാമ്പയിൻ ഓർഗനൈസ് ചെയ്ത ആരാണ്? ദേശീയ നേതാക്കൾ ഏതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ പര്യടനം നടത്തണമെന്ന് ചാർട്ട് ചെയ്തത് ആരാണ്? രാഹുൽ ഗാന്ധി ഏതൊക്കെ മണ്ഡലങ്ങളിൽ ഉണ്ടാകണമെന്ന് ചാർട്ട് ചെയ്തത് ആരാണ്? ഇതെല്ലാം KC വേണുഗോപാലാണ്. ഇതെല്ലാം KC വേണുഗോപാലാണ്. അതുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പിന്തുണയുമായി ഇത്രയധികം MLA-മാർ നിൽക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് KC വേണുഗോപാലിന്റെ പിന്നിൽ ഈ പറയപ്പെടുന്ന ലെജിസ്ലേറ്റീവ്, നമ്മൾ CLP എന്ന് പറയുമല്ലോ, കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി ഒറ്റക്കെട്ടായി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പടം പുറത്തു വന്നായിരുന്നല്ലോ, ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട. അതിൽ ആരെങ്കിലും ആ 7 പേരിൽ ഒരാൾ
ഒരാളെങ്കിലും VDS എന്ന് എഴുതിയിട്ടുണ്ടോ? ഒരാളെങ്കിലും VDSന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? 7 പേരിൽ. അതിൽ 7 പേരും ആർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? അപ്പൊ ഇങ്ങനെയുള്ള കുറേയധികം യാഥാർത്ഥ്യങ്ങളുണ്ട്. ഇനി പോകട്ടെ, ഷാഫി പറമ്പിൽ എന്നൊരു നേതാവുണ്ടല്ലോ കേരളത്തിൽ 80 മണ്ഡലങ്ങളിലധികം, ഏറ്റവും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ 80 മണ്ഡലങ്ങളിലധികം രാപകലില്ലാതെ ഊണും ഉറക്കവുമില്ലാതെ കേരളത്തിന്റെ മണ്ഡലങ്ങൾ ഇളക്കി മറിച്ചല്ലോ. ഈ പ്രതിപക്ഷ നേതാവ് മാത്രമാണോ 101 സീറ്റ് എന്ന് പറഞ്ഞത്? 100-ലധികം സീറ്റുകൾ എണ്ണുമ്പോൾ, ഷാഫി കുറ്റ്യാടിയിൽ പ്രസംഗിച്ചതാ, 100-ലധികം സീറ്റുകൾ എണ്ണുമ്പോൾ കുറ്റ്യാടിയും എണ്ണിക്കോളൂ എന്ന് ഞാൻ പ്രതിപക്ഷ നേതാവിനോട് പറയുകയാണ്. 100-ലധികം സീറ്റുകൾ എണ്ണിയപ്പോൾ കുറ്റ്യാടി എണ്ണിയോ? പേരാമ്പ്ര എണ്ണിയോ? നാദാപുരം എണ്ണിയോ? നമ്മുടെ സന്ദീപ് വാര്യർ മത്സരിച്ച തൃക്കരിപ്പൂർ എണ്ണിയോ? മധ്യ കേരളത്തിലേക്ക് വന്നപ്പോ കൊച്ചി എണ്ണിയോ? വൈപ്പിൻ എണ്ണിയോ? വൈക്കം എണ്ണിയോ? ഇനി ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ പാർട്ടി കോട്ടകളായ വാമനപുരവും ചിറയൻകീഴും എണ്ണിയോ? അപ്പോ ഒരാളിന്റെ വിയർപ്പല്ല. ഈ നമ്മൾ ഈ പറഞ്ഞ ഷാഫി പറമ്പിലിനെ പോലെയുള്ള ചെറുപ്പക്കാരായ നേതാക്കളുടെ, അങ്ങനെയുള്ള നേതാക്കളുടെ ഊണും ഉറക്കവും ഇല്ലാത്ത പ്രവർത്തനമുണ്ട് ഇതിന്റെ പിന്നിൽ. അതുപോലെ ലക്ഷക്കണക്കിന് കേരളത്തിൽ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസിന്റെ പ്രവർത്തകരുടെ രാവും പകലും ഇല്ലാത്ത അധ്വാനമുണ്ട് ഈ വിജയത്തിന്റെ പിന്നിൽ, ഈ 102 സീറ്റ് വിജയത്തിന് പിന്നിൽ. അവരുടെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമാണ് ഈ മുഖ്യമന്ത്രി കുപ്പായം. അതിന് ഞാൻ മാത്രമാണ് അവകാശി എന്ന് പറഞ്ഞ് നെഞ്ചുവിരിച്ച് പുതുപ്പള്ളി മോഡലിൽ വന്ന് നിൽക്കുന്നത്. കേരളത്തിൽ അത് വരും നാളുകളിൽ അത് ചർച്ചയാവുകയും അത് ആരൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അപഹാസ്യരാകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം മേഘ. അതെ, അപ്പോ വരും മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ എല്ലാം തന്നെ ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തുതന്നെയായാലും പ്രഖ്യാപനത്തിന് ശേഷം വീണ്ടും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ഉറപ്പായിട്ടിരിക്കും.